പ്രോസ്റ്റേറ്റ് ക്യാൻസറും ഇൻഫെർട്ടിലിറ്റിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാതിരിക്കാൻ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു വ്യക്തി എന്തൊക്കെയാണ് നോക്കേണ്ടത്? നമസ്തേ. പുരുഷന്മാരിൽ കണ്ടുവരുന്ന ക്യാൻസേഴ്സിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതുമായ ക്യാൻസറിൽ ഒന്നാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ റോയ് പി ജോൺ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, അപ്പോളോ അലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. വെൽക്കം സർ. പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ടത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ പറ്റിയാണ്. എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് സർ? പുരുഷന്മാരിൽ കാണുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് മൂത്രസഞ്ചിയുടെ താഴെ മൂത്രനാളിക്ക് ചുറ്റും സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ്. അത് നമ്മുടെ ഇടുപ്പേലിൻ്റെ ഉള്ളിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് പുറമേ കാണാൻ അല്ലെങ്കിൽ നമുക്ക് പുറമേ ഫീൽ ചെയ്യാനോ നമുക്ക് സാധിക്കുന്ന ഒരു ഗ്രന്ഥിയല്ല. അപ്പോൾ ഇതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. ഇത് പുരുഷന്മാരിൽ പിന്നീട് ഒരു അവസരത്തിൽ അത് വളരുകയും അത് മൂത്രാശ സംബന്ധമായ പല അസുഖങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസ്റ്റേറ്റ് സെക്രീഷൻസ് കൂടുതലായിട്ടും നമ്മുടെ സ്പേംസിൻ്റെ നറിഷ്മെൻറ്റ് അല്ലെങ്കിൽ പോഷകാഹാരങ്ങൾ നൽകാനും അത് സ്പേംസിൻ്റെ ചലനങ്ങളെ നമ്മൾ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഈ പ്രോസ്റ്റേറ്റ് സെക്രീഷൻസ് ഒക്കെ. അപ്പോൾ ഇത് കൂടുതലും നമ്മളൊരു റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ വളരെ പ്രയോജനം ഉള്ള ഒരു ഫങ്ഷനാണ് ഈ പ്രോസ്റ്റേറ്റിൻ്റെ സെക്രീഷൻസ് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ ഫങ്ഷൻ. ഇതാണ് പ്രധാനമായിട്ടും പ്രോസ്റ്റേറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ കാരണങ്ങൾ പ്രധാനമായിട്ടും പല പഠനങ്ങളും ഉണ്ടെങ്കിൽ പോലും ഒരു മെയിൻ കാരണം ചൂണ്ടിക്കാണിക്കാൻ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനില്ല. മെയിനായിട്ട് ഒരു ജനറ്റിക് മ്യൂട്ടേഷൻസ് ആണ്, ജനിതകമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ ജനിതകമായ വ്യത്യാസങ്ങൾ വരുന്നതാണ്. ഏതൊരു ക്യാൻസർ വരുന്നത് പോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ലങ് ക്യാൻസർ എടുത്തു കഴിഞ്ഞാൽ സ്മോക്കിംഗ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അങ്ങനെ ഒരു മെയിൻ കാരണം പറയാൻ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഇല്ല. കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ സംബന്ധിച്ചോളം. ഇപ്പം ഏജ് ഒരു റിസ്ക് ഫാക്ടറാണ്. 60-65 വയസ്സ് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് കാണുന്ന ക്യാൻസറാണിത്. അതായത് ഫാമിലി ഹിസ്റ്ററിയിൽ ഇപ്പം ഫാമിലിയിൽ ആർക്കെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സോ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്സിനോ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ 2-3 മടങ്ങാണ്. അപ്പോൾ അതൊരു പ്രധാനമായിട്ടുള്ള റിസ്ക് ഫാക്ടറാണ്. പിന്നുള്ളത് റേഷ്യൽ ഇതാണ്. അതായത് കറുത്ത വർഗ്ഗക്കാരിൽ, പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിലെ കറുത്ത വർഗ്ഗക്കാരിൽ വളരെ കൂടുതലായിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. പിന്നെ ചില ജിയോഗ്രാഫിക്കൽ വേരിയേഷൻസ് ഉണ്ട്. ഇപ്പം ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഏഷ്യൻ കൺട്രീസിൽ വളരെ കുറവായിട്ടും കാണുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. കൂടുതൽ അതൊരു റേഷ്യൽ ഇതാണ്, കോസസാണ് മെയിനായിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ വരുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് കാണുന്നത്: ഏജ്, റേഷ്യൽ കോസസ് ആൻഡ് ഫെമിലിയൽ കോസസ്, അതായത് പാരമ്പര്യമായിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരിക. പിന്നെ ചില പഠനങ്ങൾ പറയുന്നത് ഒബീസിറ്റി ഒരു കാരണമാണ്. അമിതവണ്ണം ഉള്ളവർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഫാറ്റി ഫുഡ്സ് കൂടുതലായിട്ട് കഴിക്കുന്നവരിൽ ഇത് കണ്ടുവരുന്നുണ്ട്. സ്മോക്കിംഗ് ഒരു കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും പഠനങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ പ്രധാനമായിട്ടും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇതൊക്കെയാണ് കാരണങ്ങൾ വരുന്നത്. ഓക്കെ സർ. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സിംറ്റംസ്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ, അതിന് പ്രോസ്റ്റേറ്റ് ക്യാൻസറായിട്ടൊരു ലക്ഷണങ്ങൾ മീൻസ് ഇല്ല. ഇപ്പം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്ന് പറയുന്നത്, അതായത് പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഗ്രന്ഥി വീക്കം, അതിനാണ് BPH എന്ന് പറയുന്നത്. അതിൽ കാണുന്ന അതിൻ്റെ സിംറ്റംസ് തന്നെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വരുന്ന സിംറ്റംസ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ PSA ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് സിംറ്റം ഇല്ലാതെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൂടുതലായിട്ടും കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്കൊരു ചെറിയൊരു മൂത്ര തടസ്സമോ അല്ലെങ്കിൽ മൂത്രം അറിയാതെ പോവുകയോ ഒക്കെ ചെയ്യുന്നവരിൽ നമ്മളൊരു PSA ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞ് ഒരു PSA ടെസ്റ്റ് ചെയ്ത് PSA കൂടുതലായിട്ട് കാണുവാണെങ്കിൽ അതിൻ്റെ ഫർദർ ടെസ്റ്റിങ്ങിൽ അവർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവർക്കൊക്കെ മെജോറിറ്റി ആൾക്കാർക്കും വലിയ സിംറ്റംസ് ഇനിഷ്യൽ സ്റ്റേജിൽ കാണാറില്ല എന്നുള്ളതാണ്.
കൂടുതലും നമ്മളിപ്പം കൂടുതലും സിംറ്റംസ് ഇല്ലാത്തവരിലാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കുന്നത്. എന്നിരുന്നാലും മറ്റ് സിംറ്റംസ് എന്ന് പറയുന്നത് മൂത്ര തടസ്സം, മൂത്രം കൂടെ പോകാനുള്ള തോന്നൽ, മൂത്രം അറിയാതെ പോവുക, രാത്രി കൂടെ എഴുന്നേൽക്കുക, മൂത്രം പിടിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി കുറയുക. ഇതൊക്കെ ഒരു പേഷ്യൻസിനായിട്ട് വരുമ്പോൾ നമ്മൾ PSA ടെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ പ്രോസ്റ്റേറ്റ് പരിശോധിക്കുമ്പോഴോ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഇത്. പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അഡ്വാൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ, അത് മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആയിക്കഴിഞ്ഞാൽ അതിനുള്ള സിംറ്റംസ് ആണ് നടുവേദനയായിട്ട് വരാം. ഇപ്പം നട്ടലിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോൺ പെയിൻ ആയിട്ട് വരാം, നട്ടലിൻ്റെ വേദനയായിട്ട് വരാം. അല്ലെങ്കിൽ ലങ്സിലേക്ക് ബാധിച്ചാൽ നമുക്ക് ചുമ, അതുപോലെ തന്നെ അങ്ങനത്തെ സിംറ്റംസ് വരാം. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കംപ്ലീറ്റ് ആയിട്ട് യൂറിനറി ബ്ലാഡർ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആയിട്ട് വരാം. പിന്നെ കിഡ്നിയിൽ നിന്ന് വരുന്ന 2 ട്യൂബ്, അതായത് യൂറിട്രലിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് യൂറിൻ്റെ ഔട്ട്പുട്ട് കുറയും, ക്രിയാറ്റിൻ്റെ അളവുകൾ കൂടാൻ വരാം. അങ്ങനത്തെ പല അഡ്വാൻസ് സ്റ്റേജിൽ വരുന്ന സിംറ്റംസ് ആണ് കൂടുതലും വരുന്നത്. അതല്ലെങ്കിൽ ബാക്കി ഏർലി സിംറ്റംസ് ഒക്കെ മിക്കവാറും നമ്മുടെ സാധാരണ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിൽ ഉണ്ടാകുന്ന സിംറ്റംസ് തന്നെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും വരുന്ന സിംറ്റംസ്. സാർ പറഞ്ഞല്ലോ ഫാമിലി ഹിസ്റ്ററി ഒരു കോസ് ഫാക്ടർ ആണെന്ന്. അതെ. അപ്പോൾ അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ എപ്പോഴാണ് ഒരു വ്യക്തി ടെസ്റ്റ് ചെയ്യേണ്ടത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്? ഫാമിലിയിൽ ഒരു ഹിസ്റ്ററി ഓഫ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ അവരെ നേരത്തെ തന്നെ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പം സാധാരണ രീതിയിൽ നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സ്ക്രീനിങ് എന്ന് പറയുന്നത് 50 വയസ്സിന് ശേഷമുള്ള പുരുഷന്മാരിൽ മൂത്രത്തിൻ്റെ സിംറ്റംസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ വർഷവും അല്ലെങ്കിൽ 2 വർഷം കൂടിക്കുമ്പോൾ ഒരു PSA ടെസ്റ്റും അല്ലെങ്കിൽ ഒരു റെക്ടൽ എക്സാമിനേഷനും ചെയ്യണം എന്നാണ് ഇപ്പോഴത്തെ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ളത്. എന്നാൽ ഫാമിലി ഹിസ്റ്ററി ഉള്ളവരിൽ അവർ നേരത്തെ തന്നെ ഈ സ്ക്രീനിങ് തുടങ്ങേണ്ടിയിരിക്കുന്നു. അതായത് ഏതാണ്ട് ഒരു 40-45 വയസ്സിൽ തന്നെ ഈ PSA ടെസ്റ്റിംഗ് ചെയ്ത് തുടങ്ങേണ്ടതാണ്. എല്ലാ വർഷവും ഒരു PSA ടെസ്റ്റിംഗ് ചെയ്യും. ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരു കേസിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരെ നേരത്തെ തന്നെ തുടങ്ങും. ഈ 60 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാറില്ല. അവർക്ക് ചെറുപ്പക്കാരിൽ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 40 അല്ലെങ്കിൽ 45 വയസ്സിൽ തന്നെ അവരിൽ PSA ടെസ്റ്റ് എല്ലാ വർഷവും നോക്കി തുടങ്ങേണ്ടതാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് എന്തൊക്കെയാണ്? പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമ്മൾ സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് PSAയിൽ ഒരു വ്യതിയാനം കാണുമോ അല്ലെങ്കിൽ നമ്മൾ പരിശോധനയിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഒരു തടിപ്പ് കാണുവാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു MRI സ്കാനിങ് ആണ്. MRI സ്കാനിൽ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലെ ഏത് ഭാഗത്താണ് തടുപ്പുള്ളതും അതിൻ്റെ പല ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ പുറത്തേക്ക് ഈ അസുഖം ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ അടുത്തുള്ള അവയവങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് MRIയിൽ അറിയാൻ പറ്റും. അപ്പോൾ MRIയിൽ നമുക്കൊരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഈ സ്കാനിങ് ചെയ്തിട്ട് തടിപ്പുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ട്യൂമറുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് അടുത്തത് അൾട്രാസൗണ്ട് ഗൈഡഡ് പ്രോസ്റ്റേറ്റ് ബയോപ്സിയാണ്. അൾട്രാസൗണ്ട് ഗൈഡഡ് പ്രോസ്റ്റേറ്റ് ബയോപ്സിയിലാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൺഫേം ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ഥിരീകരിക്കുന്നത്. അപ്പം അത് അൾട്രാസൗണ്ട് ഗൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മലദ്വാരത്തിൽ കൂടെ ഒരു അൾട്രാസൗണ്ട് ചെയ്തുകൊണ്ട് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ പല ഭാഗത്തും, അതായത് ഏകദേശം ഒരു 10-12 സാമ്പിൾസ് നമ്മൾ നീഡിൽ ബയോപ്സി വഴി എടുക്കുകയാണ്. അതാണ് നമുക്ക് പരിശോധന പത്തോളജിക്കൽ എക്സാമിനേഷന് വിധേയമാക്കുന്നതും അത് നമുക്ക് ആ ഒരു ഡയഗ്നോസിസ് നമുക്ക് തരുന്നതും അതാണ്. ഇതാണ് മെയിൻലി ഡയഗ്നോസിസിന് വേണ്ടിയുള്ളത്. പിന്നെ ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ മാത്രമാണോ ബാധിച്ചിരിക്കുന്നത് അതോ വേറെ എവിടെയെങ്കിലും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ അത് മെറ്റാസ്റ്റാറ്റിക് വർക്കപ്പ് എന്ന് പറയും. അത് നമ്മൾ ഒന്നുകിൽ ഒരു പെറ്റ് സ്കാൻ, PSMA പെറ്റ് സ്കാനോ അല്ലെങ്കിൽ ഒരു ഹോൾ ബോഡി ബോൺ സ്കാനോ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റാസ്റ്റേസിസ് ഉണ്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെ സ്പ്രെഡ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ? പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതിനെ ക്ലാസിഫൈ ചെയ്യേണ്ടതുണ്ട്. ഏത് സ്റ്റേജാണെന്ന് അറിയേണ്ടതുണ്ട്. ഏത് സ്റ്റേജ് എന്ന് അറിയുന്നതോടൊപ്പം തന്നെ പേഷ്യൻസിനെ നമ്മൾ പല റിസ്ക് കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിക്കാറുണ്ട്. ഇപ്പോൾ സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് 1 എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ മാത്രം ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസറാണ്.
അതും ഒത്തിരി വലിയൊരു ക്യാൻസർ അല്ല, ചെറിയൊരു ട്യൂമറാണ്. ട്യൂമർ വോളിയം വളരെ ചെറുതാണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും അത് ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്യാൻസേഴ്സിന് യൂഷ്വലി നമ്മൾ 2 ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് മെയിൻലി ഉള്ളത്. പ്രധാനമായിട്ടും സർജറി, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റേഡിയേഷനാണ്. അപ്പോൾ സർജറി എന്ന് പറയുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് മുഴുവനെയും നമ്മൾ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും അതിൻ്റെ ചുറ്റുമുള്ള സെമിനൽ വെസിക്കിൾസ് ഉൾപ്പെടെ നമ്മൾ റിമൂവ് ചെയ്യുക. അത് കൂടുതലും നമ്മൾ കീ ഹോളായിട്ട് ഓപ്പൺ സർജറി ചെയ്യാം, അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിയിൽ കൂടി ചെയ്യാം, അല്ലെങ്കിൽ റോബോട്ടിക് സർജറിയിൽ കൂടി ചെയ്യാം. സർജറി അല്ലാത്തൊരു ഓപ്ഷനാണ് റേഡിയേഷൻ തെറാപ്പി ഉള്ളത്. റേഡിയേഷൻ തെറാപ്പി ആകുമ്പോൾ നമുക്ക് സർജറിയുടെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എന്നിരുന്നാൽ നമുക്ക് റേഡിയേഷൻ്റെ മറ്റ് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ഇത് രണ്ടാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള ഇൻ്റർമീഡിയറ്റോ അല്ലെങ്കിൽ ഹൈ റിസ്ക് ഗ്രൂപ്പുള്ള ആൾക്കാരിൽ നമുക്ക് കൂടുതലും റേഡിയേഷനാണ് പ്രിഫർ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ നമ്മൾ സർജറി പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ തേർഡ് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ അസുഖം നമ്മുടെ സെമിനൽ വെസിക്കിളിനെ ബാധിക്കുകയോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പുറത്തേക്ക് ബാധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അങ്ങനെയുള്ളവരുടെ സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടുമാണ്. സർജറി ചെയ്താൽ ഒരു ക്യൂർ റേറ്റും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരിലാണ് കൂടുതലും റേഡിയേഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ സ്റ്റേജ് 4 ഡിസീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മറ്റ് ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തു. ഒന്നുകിൽ ബോൺസിലേക്ക് സ്പ്രെഡ് ചെയ്തു, അല്ലെങ്കിൽ ലങ്സിലേക്ക്, അല്ലെങ്കിൽ ലിവർ, അല്ലെങ്കിൽ മറ്റ് ലിംഫ് നോഡ്സിലേക്കൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ടും പിന്നെ ഈ 2 ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും സ്യൂട്ടബിൾ അല്ല. അതിന് മെയിനായിട്ട് നമ്മൾ ഈ കീമോതെറാപ്പി പോലെ തന്നെ ഇതിന് യൂഷ്വലി തുടങ്ങുന്ന ഒരു ഹോർമോണൽ തെറാപ്പിയാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ കുറയ്ക്കുന്ന ഒരു ഇഞ്ചെക്ഷൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിന് ഇഞ്ചെക്ഷൻസ് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ 2 ടെസ്റ്റിസും 2 വൃഷ്ണവും നമുക്ക് സർജിക്കലി റിമൂവ് ചെയ്യാം. ഇത് ആണ് യൂഷ്വലി മെറ്റാസ്റ്റാറ്റിക് അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിലേക്ക് പടർന്നിട്ടുള്ള ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ. അതിനാണ് ഹോർമോണൽ തെറാപ്പി എന്ന് പറയുന്നത്. ഹോർമോണൽ തെറാപ്പി കൂടാതെ ചെറിയ വേറെ ഗുളികളൊക്കെ, ടാബ്ലറ്റ്സ് ഉണ്ടാവും. ഇതിന് ഇപ്പോഴത്തെ പുതിയ ഡ്രഗ്സൊക്കെ ഇതിന് ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അത് ഒരു 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് വരെ വലിയ കുഴപ്പങ്ങളില്ലാതെ അസുഖം കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും. അതൊരു ക്യൂർ അല്ല, ഒരു കൺട്രോളാണ്. ബിക്കോസ് വൺസ് ഈ ക്യാൻസർ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യൂർ പോസിബിൾ അല്ല. ഇറ്റ് ഈസ് ഓൺലി എ പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിനാണ് നമ്മൾ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എഫക്റ്റീവ് ആവാതെ അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കീമോതെറാപ്പറ്റിക് ഡ്രഗ്സ് ഉണ്ട് പിന്നെ ഇമ്മ്യൂണോതെറാപ്പീസൊക്കെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ജനറൽ ഔട്ട്ലൈൻ പറയുന്നത്. വൺസ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരാൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ റിക്കർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്? തീർച്ചയായിട്ടും കാണും. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ റിക്കറൻസിനുള്ള ചാൻസ് ഒന്ന് സ്റ്റേജ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഏത് സ്റ്റേജിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് അനുസരിച്ചിരിക്കും. ഇപ്പോൾ സ്റ്റേജ് 1 നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് റിക്കറൻസ് ചാൻസ് വളരെ വളരെ കുറവാണ്. എന്നാൽ സ്റ്റേജ് 2 റിക്കറൻസ് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പം നമ്മുടെ സ്റ്റേജ് അനുസരിച്ചും അതിൻ്റെ പേഷ്യൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് അനുസരിച്ചും ഇപ്പോൾ പത്തോളജിക്കൽ തന്നെ കുറേ ഗ്രേഡ്സ് ഉണ്ട്. ഹൈ ഗ്രേഡ്, ലോ ഗ്രേഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഹൈ ഗ്രേഡ് ട്യൂമറൊക്കെ ആണെങ്കിൽ റിക്കറൻസ് ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ സർജറി ചെയ്യുന്നതിൻ്റെ സർജിക്കൽ ടെക്നിക്സ്, നമ്മൾ പോസിറ്റീവ് സർജിക്കൽ മാർജിൻസ് ഒക്കെ നമ്മൾ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി റിക്കറൻസ് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബേസിക്കലി വീണ്ടും വരാനുള്ള ചാൻസ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സ്റ്റേജും ഗ്രേഡും അതുപോലെ തന്നെ ഏത് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നതും അനുസരിച്ചിരിക്കും പ്രധാനമായിട്ടും. റോബോട്ടിക് സർജറിയുടെ റോൾ എന്താണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്? പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സർജറി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ലോക്കലൈസ് പ്രോസ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേജ് 1 പ്രോസ്റ്റേറ്റ് ക്യാൻസറിനാണ് നമ്മൾ സർജറി സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് മുഴുവനായിട്ടും നമ്മൾ റിമൂവ് ചെയ്യണം. എന്നിട്ട് ബ്ലാഡറും യൂറിത്ര അല്ലെങ്കിൽ മൂത്രനാളിയും നമ്മൾ ഒരു അനസ്റ്റമോസിസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടുപ്പിലിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്, വളരെ ഡെപ്തിലായിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഓപ്പൺ സർജറിയിൽ പോലും നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് കാണാനോ അല്ലെങ്കിൽ അതിൻ്റെ സർജറി ചെയ്യാനോ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ലാപ്രോസ്കോപ്പിയിൽ ഇനിഷ്യലി ഓപ്പൺ സർജറി ചെയ്തുകൊണ്ടിരുന്നെങ്കിലും പിന്നീട് ലാപ്രോസ്കോപ്പി വന്നപ്പോൾ ലാപ്രോസ്കോപ്പിയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ലാപ്രോസ്കോപ്പി കൂടി വളരെ ഡിഫിക്കൽട്ടായി. ഈ ഒരു ചെറിയ സ്പേസിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ആക്സസ് ചെയ്യാനും അതിൻ്റെ സർജറി ചെയ്യാനും ഈ
ലാപ്രോസ്കോപ്പിയിലും ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം, നമുക്ക് കൈ നമ്മുടെ കൈ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, നമ്മുടെ കൈ എങ്ങനെ സൂച്ചറിങ് ചെയ്യുന്നു, അതുപോലെ ഒരു ലാപ്രോസ്കോപ്പിക്കലി നമുക്ക് സൂച്ചർ ചെയ്യാൻ ഈ സ്പേസിൽ ബുദ്ധിമുട്ടാണ്. അപ്പം അത് തന്നെയല്ല, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പോസ്റ്റീരിയറായിട്ട് അടിഭാഗത്തായിട്ട് പല നെർവ്സും പോകുന്നുണ്ട്, പല വെസൽസും പോകുന്നുണ്ട്. ഈ നെർവ്സൊക്കെയാണ് മൂത്രത്തിൻ്റെ കൺട്രോളിന് വേണ്ടി സഹായിക്കുന്നതും, അതുപോലെ തന്നെ പേഷ്യൻ്റെ സെക്ഷൽ ഫങ്ഷന് വേണ്ടിയുള്ള നെർവ്സൊക്കെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ഡിസെക്റ്റ് ചെയ്തിട്ട് മാറ്റാൻ ഈ ഓപ്പൺ സർജറി കൂടിയോ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക്കലോ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ രണ്ട് ഓപ്പണോ ലാപ്രോസ്കോപ്പിക്കൽ സർജറി ചെയ്യുമ്പോൾ പേഷ്യൻ്റെ യൂറിനറി കോണ്ടിനൻസ് അല്ലെങ്കിൽ മൂത്രം അറിയാതെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ എറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ റോബോട്ടിക് സർജറി വന്നതോടുകൂടി ഈ ഒരു ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ബിക്കോസ് അവിടെ മെയിൻലി ഒന്ന് 3D വിഷനാണ്, ഹൈലി മാഗ്നിഫിക്കേഷൻ. ലാപ്രോസ്കോപ്പിക്കലി വളരെ കൂടുതൽ 10 times മാഗ്നിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിസ്റ്റ് മൂവ്മെൻറ്റ്സിനെ മിമിക് ചെയ്തുകൊണ്ട് ഉള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അവിടെ ഏത് ഡിഗ്രിയിലുള്ള ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ ഓപ്പൺ സർജറി സൂച്ചറിങ് ചെയ്യുന്ന പോലെ തന്നെ റോബോട്ടിക്കലി നമുക്ക് സൂച്ചർ ചെയ്യാം. അപ്പം വളരെ പ്രിസൈസായിട്ട് തന്നെ നമുക്ക് ഈ പ്രോസ്റ്റേറ്റിൻ്റെ ചുറ്റുമുള്ള സ്ട്രക്ചേഴ്സിനെ ഡിസെക്റ്റ് ചെയ്ത് മാറ്റുകയും അതിൻ്റെ ഫങ്ഷനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് സർജറി റിമൂവ് ചെയ്യാനും സാധിക്കും. പിന്നെ ഉള്ളത് വളരെ ബ്ലീഡിങ് വളരെ കുറവായിരിക്കും ഈ റോബോട്ടിക് സർജറി കൂടെ ചെയ്യുമ്പോൾ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും റോബോട്ടിക്കിൻ്റെ അഡ്വാൻറ്റേജസ്. മെയിൻലി ഇറ്റ് ഈസ് എ മിനിമലി ഇൻവേസീവ് സർജറി where we can perform complex surgeries. പ്രോസ്റ്റേറ്റ് ക്യാൻസറും ഇൻഫെർട്ടിലിറ്റിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രോസ്റ്റേറ്റ് ക്യാൻസറും ഇൻഫെർട്ടിലിറ്റിയുമായിട്ട് ബന്ധം വളരെ കുറവാണ്. ഒന്ന് മെയിൻലി ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരുന്നത് യങ് ഏജ് ഗ്രൂപ്പിലാണ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുന്നത് ഓൾഡർ ഏജ് ഗ്രൂപ്പിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻഫെർട്ടിലിറ്റി ഒരു ഇഷ്യൂ അല്ല, സെക്ഷുവൽ ഫങ്ഷൻസ് വളരെ ആയിട്ട് ഒത്തിരി റിലേഷൻസ് ഉണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഈ ഞാൻ പറയുന്ന പോലെ അഡ്വാൻസ് പ്രോസ്റ്റേറ്റ് ക്യാൻസറൊക്കെ ഈ നെർവ്സിനെയും ഈ ബ്ലഡ് വെസൽസിനെയൊക്കെ ബാധിക്കാം. അങ്ങനെ വരുമ്പോൾ എറക്ടൈൽ ഫങ്ഷൻസ് എഫക്റ്റ് ചെയ്യാറുണ്ട്. അതുതന്നെ അല്ല, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുമ്പോൾ തന്നെ ഈ ഫങ്ഷൻസിനെയൊക്കെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറും സെക്ഷുവൽ ഫങ്ഷനും റിലേഷൻ. ഇൻഫെർട്ടിലിറ്റിയുമായിട്ട് വലിയൊരു റിലേഷൻ വരുന്നില്ല, ബിക്കോസ് ഇൻഫെർട്ടിലിറ്റി ഈസ് ബേസിക്കലി എ യങ് ഏജ് ഗ്രൂപ്പ് ഇഷ്യൂ ആൻഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒരു 60 years കഴിഞ്ഞിട്ട് വരുന്ന ഒരു അസുഖമാണ്. അതൊക്കെയാണ് മെയിൻലി അത്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാതിരിക്കാൻ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു വ്യക്തി എന്തൊക്കെയാണ് നോക്കേണ്ടത്? പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളത് ഇതുവരെ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഉള്ള മെഷേഴ്സും നമുക്ക് ഇപ്പോഴും പഠനത്തിലാണ്. എന്നിരുന്നാലും നമുക്ക് ജനറലായിട്ട് ഒന്ന് സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യാം, 2 അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാം, 3 ഫാറ്റി ഫുഡ്സ് ഡയറ്റിംഗ് നമ്മൾ നല്ലപോലെ, അതായത് കൊഴുപ്പുള്ള ആഹാരങ്ങളിലും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യാനൊക്കെ കഴിയില്ല. പിന്നുള്ളത് പ്രധാനമായിട്ടും ഇപ്പോഴത്തെ പുതിയ ചില മെഡിസിൻസ് ഉണ്ട് വിച്ച് ക്യാൻ പ്രിവെൻറ്റ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പക്ഷേ അതിൻ്റെ സ്റ്റഡീസൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് കൊടുക്കുന്ന ഡ്യൂട്ടാസ്റ്ററോയിഡോ അല്ലെങ്കിൽ ഫിനാസ്റ്ററോയിഡോ നമുക്ക് നേരത്തെ കഴിച്ചു തുടങ്ങിയാൽ ചിലപ്പം പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന ഏർലി സ്റ്റഡീസ് ഉണ്ട്. അതിപ്പോഴും പക്ഷേ അത് പ്രാക്ടീസിൽ വന്നിട്ടില്ല, അത് ഇപ്പോഴും പഠനത്തിലാണ് മാത്രമേ. അതർവൈസ് നമുക്ക് ഏതൊരു ക്യാൻസറും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ എടുക്കുന്ന മെഷേഴ്സ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും എടുക്കാവുന്നതാണ്. ലൈക്ക് സ്മോക്കിംഗ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ഫുഡ് ആൻഡ് കൺട്രോളിങ് ഒബീസിറ്റി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പ്രിവെൻറ്റീവ് സ്ട്രാറ്റജീസ് ഫോർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇപ്പോൾ കണ്ടുവരുന്ന ക്യാൻസേഴ്സിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു ക്യാൻസറാണ്. ഏർലി ഡിറ്റക്ഷൻ ആൻഡ് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ തന്നെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ക്യൂറബിൾ ആണ്. ഡോക്ടർ പറഞ്ഞതുപോലെ വേണ്ട ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് നമ്മൾ നേരത്തെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സ് തടയാൻ സാധിക്കും. താങ്ക് യു.